കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാ ഞാൻ കാത്തു നിന്നത്. നീ വെള്ളം കുടിച്ചു അല്ലേ? ഈ വെള്ളത്തില് നിനക്ക് അബോർഷൻ ആവാനുള്ള മെഡിസിൻ ഞാൻ ചേർത്തിട്ടുണ്ട്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പം മരിച്ചിട്ടുണ്ടാവും. തുളസി, തുളസി, എന്താ എന്തു പറ്റി? എന്താ പറ്റിയേ? ഞാനൊന്ന് മയങ്ങിപ്പോയി. അപ്പൊ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം? എന്ത് സ്വപ്നം? ദുർഗാമ്മ 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 എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. എന്ത് തോന്നിയ നീ പറയുന്ന? പിന്നെ അമ്മ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കല്ലേ? ആദി, ദേ, ഈ ഒരു വിചാരമായിട്ടാ നീ ഉറങ്ങാൻ കിടക്കുന്നേ. പിന്നെ എങ്ങനെ ദുസ്വപ്നം കാണാതിരിക്കുന്നേ? എന്താ ആദി നീ പറയുന്നേ? അമ്മ ആരെയും കൊല്ലില്ല. എന്റെ തുളസി, നിന്റെ മനസ്സിന് അമ്മയോടുള്ള ശത്രുത എടുത്ത് ദൂരെ കളയേ. നീ അവരുടെ മകളാ, അത് മാത്രം മറക്കണ്ട. അന്യാണെന്ന് തോന്നിയപ്പോ നിന്നോട് അവർക്ക് ശത്രുത തോന്നിയിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെയാ. പക്ഷേ അവരിപ്പം നിന്റെ അമ്മയാ. അമ്മ മോൾ എന്തിനാ അടുക്കളയിൽ വന്നത്? പുതിയ ജോലിക്കാരെ നോക്കുന്നുണ്ട്. ശരിയാവുന്നത് വരെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. മോള് പൊയ്ക്കോ. ഡോക്ടർ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നല്ലോണം ശ്രദ്ധിക്കണം. പോയി കുറച്ച് സമയം കൂടി കിടക്ക. അയ്യോ, തുളസി, തുളസി മോളെ, മോളെ തിളപ്പിച്ച പാലാ. വയറ്റിലുള്ള പെൺകുട്ടികള് പാലും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം. ഉച്ചതിരിഞ്ഞ് മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സും മുട്ടയൊക്കെ വാങ്ങണം. തൽക്കാലം മോളി പാല് കുടിക്ക. ഇതിലെന്താ കലക്കിയിരിക്കുന്നു? എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള മരുന്നോ അതോ എന്നെ കൊല്ലാനുള്ള മരുന്നോ? മോളെ, നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? നിങ്ങൾ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞ അതൊക്കെ വിശ്വസിച്ച് നിങ്ങൾ വെച്ച് നീട്ടുന്ന വിഷവും വാങ്ങി കുടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നു. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ മോളെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുവോ? നിങ്ങൾ ആ ചന്ത ഭാർഗവി ഏർപ്പാടാക്കിയത് എന്തിനായിരുന്നു? അവരെനിക്ക് കലക്കി തരാൻ നോക്കിയത് എന്തായിരുന്നു? അമൃതോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ശരിയാ, അങ്ങനെ ഒരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ മോളെ, ഒരു തെറ്റോ? നിങ്ങൾ എത്ര തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ എണ്ണി എണ്ണി പറയണോ? ജനിച്ചിട്ട് പോലും ഇല്ലാത്ത എന്റെ കുഞ്ഞിനെ പോലും നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി. എന്നിട്ട് വാരിക്കൊരു സ്നേഹം വിളമ്പുന്നു. ഇത് കാണുമ്പോ എനിക്ക് ഉറപ്പാ തോന്നുന്നേ. മോളെ, എന്താ
അമ്മ എന്തിനാ കരയുന്നത്? തുളസി, അമ്മ എന്തിനാ കരയുന്നതെന്ന്? നീ ഇതൊന്നും വിശ്വസിക്കണ്ട. ഇത് വെറും കള്ളക്കണ്ണീരാ. ഈ സ്ത്രീക്ക് മറ്റുള്ളവരെ കരയിക്കാനേ കഴിയൂ, കരയാൻ അറിയില്ല. ദുഃഖം, സ്നേഹം, ദയ, കാരുണ്യം ഇത്യാദി വികാരങ്ങളൊന്നും ഈ സ്ത്രീയുടെ 7 അയലത്തൂടി പോയിട്ടില്ല. തുളസി, നിന്റെ വാക്കുകൾ അതിലിടക്കുന്നുണ്ട്. അവള് പറയട്ടെ ആദി. ഈ കുത്തുവാക്കുകളും പരിഹാസവും ഒക്കെ ഞാൻ കേൾക്കേണ്ടത് തന്നെയാ. ഞാൻ ഇവളെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവൾ എനിക്ക് തിരിച്ചു തരുന്നു. സ്വന്തം പെറ്റമ്മയാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ. നിങ്ങൾ എന്റെ പെറ്റമ്മയാണെന്ന് എനിക്കൂടി തോന്നണ്ടേ? തുളസി, എന്നോട് ഒച്ച വെക്കേണ്ട ആദി. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? വളർന്ന് ഈ പ്രായമാവുന്നവരെ പ്രിയാമ്മയാണ് എന്റെ അമ്മയെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ വെറും ദത്തുപുത്രിയാണെന്ന്. ഇപ്പൊ പറയുന്നു ദേവമംഗലത്തെ കനകദുർഗയാണ് എന്നെ പ്രസവിച്ചതെന്ന്. ഞാനിതെങ്ങനെ വിശ്വസിക്കണം? ഇതും കള്ളം പറയുന്നതാണെങ്കിലോ? എല്ലാവരും കള്ളം പറയുന്നതാ. ഞാൻ നിങ്ങളുടെ മകളൊന്നുമല്ല. എനിക്ക് അമ്മയുമില്ല. ഞാൻ മണ്ണിൽ നിന്ന് താനെ പൊട്ടിമുളച്ചതാ. അല്ലെങ്കിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണതാ. മോളേന്ന് വിളിച്ച് നിങ്ങൾ എന്റെ പിറകെ വരണ്ട. എന്താ അമ്മേ, എന്താ ഉണ്ടായേ? അവൾ എന്തിനാ അമ്മയോട് ചാടിക്കടിക്കാൻ വന്നേ? എനിക്കറിയില്ല ആദി. ഞാൻ അവൾക്ക് ഈ പാല് കൊടുക്കാൻ നോക്കി. ഇത് കണ്ടതും ഒരു കാരണമില്ലാതെ അവൾ ഒച്ച വെക്കാൻ തുടങ്ങി. കാരണം ഉണ്ടമ്മേ. എന്ത് കാരണം? വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അമ്മ അവൾക്ക് വിഷം നൽകുന്നത് അവൾ സ്വപ്നം കണ്ടിരുന്നു. അവളുടെ മനസ്സ് നിറയെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള പേടിയാ. തുളസി, നീ പറയുന്നതൊക്കെ ന്യായാ. അതൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇപ്പൊ അമ്മ കാണിക്കുന്നത് നാടകമൊന്നുമല്ല. ആ കരച്ചില് കള്ളക്കരച്ചിലും അല്ല. അതൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള മാപ്പുറച്ചില. നീ പറയുന്നൊക്കെ ഞാൻ കേട്ടിരിക്കാം, പക്ഷെ വിശ്വസിക്കില്ല. തുളസി, നീ പറയുന്നതിന് മറുപടിയായി എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെയാ. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്കിനി പറയാനുള്ളൂ. ഈ ദേവമംഗലത്ത് താമസിക്കാൻ ഞാൻ ഇനി തയ്യാറല്ല. എനിക്കതിനുള്ള ധൈര്യമില്ല. നമുക്ക് ഏതെങ്കിലും വാടക വീട് കണ്ടുപിടിച്ച് മാറണം. അതും ഒട്ടും വൈകാൻ പാടില്ല. ഇന്ന് തന്നെ വേണം. തുളസി, നീ എന്തൊക്കെയാ പറയുന്നത്? എടാ, അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല. അവരുടെ ആ പെൺവിരോധം ജന്മന ഉള്ളതാ. അത് മാറില്ല. അതൊക്കെ ആ കാലത്തല്ലേ. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അത് മാറില്ല. മരിക്കുന്നത് വരെ ആ വിരോധം അവരുടെ മനസ്സിലുണ്ടാവും. ഞാൻ പോലും അറിയാതെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കും. തുളസി, ഇതൊക്കെ നിന്റെ വെറും ഭാവനകളാ. ഭാവനകളല്ല, സത്യം. ഇപ്പൊ സ്കാൻ ചെയ്ത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ നിയമം അനുവദിക്കുന്നില്ലെങ്കിലും അവര് പണവും സ്വാധീനവും ഉപയോഗിച്ച് അതൊക്കെ നടപ്പിലാക്കിയെടുക്കും. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണെങ്കിൽ തീർച്ചയായും അവരതിനെ കൊല്ലാൻ നോക്കും. അത് ഉറപ്പാ. അവരതും ചെയ്യും, അതിനപ്പുറമുള്ള ക്രൂരതയും ചെയ്യും. എനിക്കത് സഹിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ദേവമംഗലത്ത് കഴിയാൻ എനിക്ക് ധൈര്യമില്ല. തുളസി, ഇനിയൊരു ഭാഗ്യ പരീക്ഷണത്തിൽ ഞാൻ ഇല്ല. എനിക്കതിന് വയ്യ. തുളസി, ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. നിന്റെ വെറും തെറ്റിദ്ധാരണകളാ. നീ ഇങ്ങനെ ഒന്നും പറയരുത്. അമ്മ ഇപ്പൊ കാണിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു കള്ളത്തരവും ഇല്ല. അതൊക്കെ തീർച്ചയാ. മതി നിന്റെ ന്യായീകരണം. എനിക്ക് കേൾക്കണ്ട. ഇനി ഞാൻ ഈ ദേവമംഗലത്ത് ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാനില്ല.
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാ മതി. അമ്മേ, ഇതെന്താ? ചോദിച്ച കേട്ടില്ലേ നിങ്ങൾ എവിടെ പോവാന്ന്? അമ്മേ, ഞങ്ങൾ ഇവിടുന്ന് പോവാ. ഒരു വാടക വീടെടുത്ത് മാറി താമസിക്കാനാ തുളസിയുടെ തീരുമാനം. വാടക വീടെടുത്ത് മാറി താമസിക്കാനോ? എന്തൊക്കെയാ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? മോളെ, എനിക്ക് പോയേ പറ്റുമെന്ന്. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഒരു പരീക്ഷണത്തിന് ഞാൻ ഇനി തയ്യാറല്ല. മോളെ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇത് നിങ്ങളുടെ വീടാ. ഇവിടുന്ന് നിങ്ങൾ എങ്ങോട്ടും പോകരുത്. ഇല്ലമ്മേ, എനിക്ക് പോയേ പറ്റൂ. എങ്കിൽ നമുക്ക് മറ്റൊരു വീടുണ്ടല്ലോ, അങ്ങോട്ട് മാറ്. അതും പറ്റില്ല. അത് തൊട്ടടുത്തല്ലേ. എന്താ തുളസി നീ പറയുന്നത്? ഞങ്ങൾ പോവമ്മേ. ഞാൻ തിരിച്ചു വരാം. ഞാൻ പ്രസവിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ മാത്രം. പെൺകുഞ്ഞാണെങ്കിൽ ഒരിക്കലും വരില്ല. കാരണം പെൺകുഞ്ഞുങ്ങളെ വെറുക്കുന്ന എന്റെ പെറ്റമ്മ എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. നീ അവനും കൂട്ടി പോകരുത്. അമ്മ എത്ര നിർബന്ധിച്ചാലും ഞാൻ നിൽക്കില്ല. ഞാൻ പോവും. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. മോളെ, ഞാൻ കേൾക്കില്ലമ്മ, അനുസരിക്കില്ല. അനുഭവങ്ങൾ എന്നെ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ഏട്ടാ, എന്താ വേണ്ട? അത് ആദ്യം തുളസിയും ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന്. ഇവിടുന്ന് പോകുന്നു? എങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛാ. ഒരു വാടക വീട് നോക്കണം. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? എന്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ വേണം. അതി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അമ്മയുടെ കൂടെ ഈ വീട്ടിൽ കഴിയാൻ ധൈര്യമില്ലെന്നാ തുളസി പറയുന്നത്. ഞാൻ കൂടെ പോയില്ലെങ്കിൽ ഇവളെ തനിച്ച് പോകുന്നു. ഇവളെ തനിച്ചയക്കാൻ പറ്റുമോ? ദേ, എല്ലാം ഇവളുടെ തീരുമാനം. മോളെ, മോളുടെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദുർഗയിൽ നിന്ന് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ മോളെ, ദുർഗ ഇപ്പൊ പഴയ ദുർഗയല്ല. അത് മോൾക്കും അറിയാവുന്നതല്ലേ. ചെയ്തുപോയ കാര്യങ്ങളോർത്തുള്ള കുറ്റബോധ അവളുടെ മനസ്സ് നിറയെ. ഇത്രയും കാലം മോൾക്ക് നിഷേധിച്ച ആ സ്നേഹം മുഴുവൻ തിരിച്ചു തരാനുള്ള പരിശ്രമത്തില ആ പാവം. എന്നിട്ട് മോൾ അവളെ കുറ്റപ്പെടുത്തിയ സ്വന്തം അമ്മയാണെന്നുള്ള പരിഗണനയെങ്കിലും മോൾ അവൾക്ക് നൽകണം. ആ സ്ത്രീയുടെ അഭിനയം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലേ? എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ചുകൊണ്ട് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല. ഞാൻ പോവും. ഇനി ആര് തടഞ്ഞാലും ഞാൻ പോവും. മോളെ, ഞാൻ പറഞ്ഞില്ലേ, മോള് പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ദുർഗേച്ചി മോളോട് കാണിക്കുന്ന സ്നേഹം അഭിനയൊന്നുമല്ല. മോൾക്കോ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ആപത്ത് വരാൻ ഞങ്ങൾ സമ്മതിക്കോ? ഏട്ടൻ ഇവിടെ തന്നെ ഇല്ലേ? പിന്നെ എന്തിനിങ്ങനെ പേടിക്കുന്നേ? എല്ലാവരും ഇവിടെ ഉള്ളപ്പോ തന്നെയാ ആ സ്ത്രീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. അത് ഒരു തവണയല്ല, പല തവണ. എല്ലാവരും ഇവിടെ ഉള്ളപ്പോ തന്നെയാ ആ സ്ത്രീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്.
അത് ഒരു തവണയല്ല, പല തവണ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. എന്റെ കുഞ്ഞിനെ ആരും അപായപ്പെടുത്തില്ല എന്ന ധൈര്യത്തോടെ എനിക്ക് ജീവിക്കണം. അതിനിവിടുന്ന് മാറി താമസിക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനവും. ദുർഗ ഏൽപ്പിച്ച ഒരുപാട് മുറിവുകളുണ്ട് അവളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവളെ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കൂടെ പോവേണ്ടത് നിന്റെ കടമയും ഉത്തരവാദിത്വമാണ്. അപ്പോഴും ഒരു സത്യം നിന്റെ മനസ്സിലുണ്ടാവണം. ഭാര്യയോട് മാത്രമല്ല, ഇത്രയും കാലം നിന്നെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സംരക്ഷിച്ച ആ സ്ത്രീയോടും ഒരു കടമയുണ്ട്. അത് മറക്കരുത്. പോയിട്ടോ. അവര് പോട്ടെ. എന്തും പറയാം. കേൾക്കാനുള്ള ശക്തി എനിക്കുണ്ട്. അമ്മ, അത് ഇവൾക്ക് ഈ ദേവമംഗലത്ത് താമസിക്കാൻ താല്പര്യമില്ല. എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുന്ന ഇവള് പറയുന്ന. ഏതെങ്കിലും ഒരു വാടക വീടെടുത്ത്. എന്നെ പേടിച്ചാണല്ലേ? ഇവള് പ്രസവിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ കൊല്ലുമെന്ന് അല്ലേ? ഇവള് പ്രസവിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ കൊന്നുകളയുമെന്ന് ഇവള് പേടിക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? ഞാൻ കൂടെ പോയില്ലെങ്കിൽ ഇവള് തനിച്ചു പോകുന്ന പറയുന്നേ. ഞാൻ എന്താ വേണ്ടത്? ഇവളെന്റെ ഭാര്യയല്ലേ? ഇവളാണെങ്കിൽ ഗർഭിണിയോ? അമ്മേ, എനിക്ക് അമ്മയുടെ സങ്കടം കാണാനും വയ്യ. തുളസിയുടെ തീരുമാനം വളരെ ശരിയാണ്. തന്റെ കുഞ്ഞിന് അപകടം വരുമെന്ന് തോന്നിയ ഏതൊരമ്മയും സുരക്ഷിത സ്ഥാനം നോക്കി പോവും. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാ. നീ നല്ല അമ്മയാണ്, എന്നെ പോലെ അല്ല. മനസാക്ഷിയില്ലാത്ത ഈ അമ്മ എന്ത് തന്നാലും നീ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. ഇതെങ്കിലും എന്റെ മോളെ സ്വീകരിക്കണം.
ദുർഗ, നമ്മുടെ മോളും പോയി. അമ്മയെ പേടിച്ച് അമ്മയുടെ കണ്ണെത്താത്ത സ്ഥലത്തേക്ക് നമ്മുടെ മോൾ ഓടിപ്പോയി. ഞാൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ എന്റെ മോനും പോയി. എനിക്ക് ഞാൻ പെറ്റ എന്റെ മകളും നഷ്ടപ്പെട്ടു. ഞാൻ വളർത്തിയ എന്റെ മകനും നഷ്ടപ്പെട്ടു. ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതായി. എടോ, നമ്മുടെ മോള് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നിടത്തേക്ക് പോകുന്നു. അതിന് താനെന്തിനെങ്ങനെ കരയുന്നത്? ഡോ, മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയല്ലേ വേണ്ടത്? തുളസിക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി, അവളുടെ ഉള്ളിലെ ജീവന് ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചവളല്ലേ താൻ? ഈ വീട് വിട്ട് താമസിക്കാൻ അവൾക്ക് യോഗം. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയൂ ദുർഗ? എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയാൻ പ്രാർത്ഥിക്കും.